ഓക്കെ, ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. നല്ല മൈലേജ് ഉണ്ടാവും. 20-21 ആ റേഞ്ചിൽ 5,40,000 രൂപയ്ക്ക് ഫുള്ളോ ഓപ്ഷൻ ഏതാ? ഫുള്ളാ ഏറ്റവും ടോപ്പ് എൻഡ് 13 കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വണ്ടിയാണ്. ചെറിയ പൈസ കൊടുക്കാം. 17 മോഡൽ വണ്ടി, ഡീസൽ, 5,35,000 രൂപയ്ക്ക് ഫുൾ ഓൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻ വണ്ടി, ഫുൾ ഓപ്ഷൻ ഡീസൽ ആണ്. ഡീസൽ ഫുൾ ഓപ്ഷൻ അല്ല, ഇത് ഫുൾ ഓപ്ഷൻ ആണ്. 4x4 ആണ്. 2025 മോഡൽ ഉണ്ട്. ഓടാൻ മറന്നുപോയ വണ്ടി, വെറും 7000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 4x4 ജിമിനി പെട്രോൾ. 2022 മോഡൽ വെന്യൂ, ഡീസൽ, മാനുവൽ, 50,000 കിലോമീറ്റർ, കാഞ്ഞങ്ങാട്, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളത് അനസ്കാൻ്റെ അടുക്കെത്തി ഓട്ടോബോട്ട് കണ്ണൂർ. അതെ, സ്വാഗതം. എവിടെയാണെന്ന് വെച്ചാല് പ്രത്യേകത നമ്മൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റൂല, അത്രയും കാറുകൾ നമ്മളിങ്ങനെ മുട്ടി ഒരുമി നിൽക്കുകയാണ്. അതെ, ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ സാധാരണ ഷോറൂമിലൊക്കെ ഇങ്ങനെ എന്താ ചെയ്യാ, മൊത്തത്തിൽ വണ്ടീൻ്റെ ഇന്റർആക്ഷൻ ഒക്കെ നല്ല വെടിപ്പിൽ കാണിക്കാൻ പറ്റും. ഇവിടെ അതുപോലും പറ്റൂല. പക്ഷെ ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനെ കൂടെ അയച്ചു കൊടുക്കാം. ഞാൻ വീഡിയോയിൽ മാത്രം കാണിക്കുമോ വണ്ടികൾ, പക്ഷേ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുക്കാം. ആരും നിങ്ങൾക്ക് പരിപൂർണമായിട്ട് കാണിക്കാൻ തങ്ങൾക്ക് പറ്റൂല. ഡോർ വർക്കുള്ള ഗ്യാപ്പ് പോലും ഇല്ല. ഓക്കെ, എന്നാലും മാക്സിമം ഞാൻ കാണിച്ചു. അതെ, ഓക്കെ. അപ്പൊ നമ്മളെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ കാണുന്നത്. അതെ, എന്ത് കാര്യം നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ വേണം കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് 2 വർഷം വാറണ്ടി എന്തായാലും മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2019 ശേഷമുള്ള വണ്ടിക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റോഡ് സർവീസ് അസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള പഴയ വണ്ടികൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടല്ലോ. നമ്മുടെ അടുത്ത് ഇപ്പോൾ 40,000 രൂപ മുതലുള്ള വണ്ടികൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ അങ്ങനത്തെ വണ്ടികൾ അതൊക്കെ എപ്പോഴും നമ്മുടെ അടുത്ത് 40 രൂപ 50 രൂപയുടെ വണ്ടിയുണ്ട്. പക്ഷെ ആ എടുക്കുന്ന വണ്ടികൾ പരിപൂർണമായിട്ട് നിങ്ങൾ ആളെ കൊണ്ട് ചെക്ക് ചെയ്ത് ഒരു പ്രശ്നമില്ല. നമ്മളാൽ അറിയുന്ന കുറ്റങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയല്ല, ഇതിന് വീഡിയോ കാണിക്കുക, എനിക്ക് വണ്ടി വിൽക്കുക, നമ്മളാൽ അറിയുന്ന കുട്ടികൾ എന്തായാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലുപരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു പഴയ വണ്ടികളുണ്ടല്ലോ 40,000 എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ആ വിലക്കുള്ള വണ്ടികളാണ്. അപ്പോൾ ഒന്ന് തറവായിട്ട് ചെക്ക് ചെയ്തെടുക്കുക. ബാക്കി മോഡൽ കൂടിയ വണ്ടികൾ, വാറണ്ടി ഒക്കെ ഉള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇതിനകത്ത് വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വന്നാൽ മതി. ഓക്കെ, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടുനോക്കാം. കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ലൊക്കേഷൻ വരുന്നത്. ഓട്ടോബോട്ട് മാത്രമല്ല കാറും ബൈക്കിന്റെ ഫ്രാഞ്ചൈസി കൂടാണിത്. അതെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമുക്ക് കുറച്ച് വണ്ടി കാണാം അല്ലേ? ഓക്കെ. ഓട്ടോബോട്ടിന്റെ റീഇന്നോവേറ്റഡ് ഷോറൂമിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് നല്ലൊരു അടിപൊളി പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3 വാഹനങ്ങൾ ഡെലിവറിയും കൊടുത്തു അവർ. അനസ്കാൻ്റെ ഫാമിലിയും എല്ലാം പങ്കെടുത്തൊരു അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡെലിവറി പോവാണ് ഓട്ടോബോട്ടിൽ. അതായത് ഇതാണ് നമ്മുടെ കസ്റ്റമർ. എന്താ പേരെന്താ? ഫൈസൽ. പേര് നാസർ. അപ്പോൾ ഇവർ ഇവിടുന്ന് 3ാമത്തെ വണ്ടിയാണ് എടുക്കുന്നത്. അതെ, 3ാമത്തെ ഇന്നലെ എടുക്കേണ്ടതാണ്. പക്ഷേ നാസർക്കാക്ക് വരാൻ പറ്റി. പക്ഷേ 4ാമത്തെ ഒരു വണ്ടിക്ക് കൂടി ഇവിടെ ഇപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതാണ് എങ്ങനെ വിശ്വാസം അനസ്കാനോടല്ലേ? അതെ, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, കാത്തു സൂക്ഷിക്കില്ലേ? 100%. ഓക്കെ, അപ്പോൾ ഹാപ്പി മോട്ടറിങ്. ഓക്കെ, നമ്മുടെ ആദ്യ വാഹനം ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. ഹോണ്ട അമേസ് KL7 എറണാകുളം വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. 65,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, സെറ്റ്, സെൻട്രൽ ലോക്ക്, ഡിഫോഗർ എല്ലാം വരുന്ന ഒരു വാഹനം. എയർ ബാഗ് 2 എയർ ബാഗ് വരുന്നുണ്ട്. 4,50,000 രൂപ ഫുൾ ഓണാണ്. 2019 മോഡൽ അമേസ് പെട്രോൾ. എത്ര പറഞ്ഞ? 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ ഓടിയ 19 അമേസ് പെട്രോൾ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4,50,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 4.5 ലക്ഷത്തിന് ഒരു അടിപൊളി കോമ്പാക്ട് ആണ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോ. മൈലേജ് ഒരു 12-15 റേഞ്ച് കിട്ടും. ഫുൾ ലോണും കിട്ടുന്നുണ്ട്. വണ്ടിക്ക് ട്രാക്കിൽ ലോൺ കിട്ടും. നിങ്ങൾക്ക് സിബിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കിട്ടൂല. സിബിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത മാരുതി സുസുക്കി ബലേനോ KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ, വെറും 40,000 കിലോമീറ്റർ ഓടിക്കണ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന തലശ്ശേരി KL58 തലശ്ശേരി സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല വണ്ടി. പെട്രോൾ അല്ല? പെട്രോൾ. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇത് സെക്കൻഡ് ഓപ്ഷൻ. 4,95,000 രൂപയ്ക്ക് ഫുൾ ഓൺ, വെറും 40,000 കിലോമീറ്റർ, 2017 മോഡൽ, ലോ കിലോമീറ്റർ ഓടാൻ മറന്നുപോയ വണ്ടി. 17,495 പെട്രോൾ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12-15 ഏകദേശം മൈലേജ് ഉണ്ട്. ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലോ കിലോമീറ്റർ, ഹൈ ക്വാളിറ്റി വണ്ടി. പോളിഷ് മാത്രമേ ചെയ്യാനുള്ളൂ. അത് ഡെലിവറി സമയത്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ലോൺ എത്ര കയറും? ലോൺ ഫുൾ ഓൺ
ഫുൾ ഓൺ തന്നെ. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് ലോക്ക് കിലോമീറ്റർ കൊണ്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, വേറെ ഒരു വർക്ക് ഇപ്പൊ പെൻഡിംഗ് ഇല്ല? ഒന്നും നിലവിൽ പെൻഡിംഗ് ഇല്ല, നിലവിൽ പോളിഷ് മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. ഓക്കെ, ഇതെല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓക്കെ, അഡീഷൻ ചെയ്താണത്. ഓക്കെ, അടുത്തത് അടിപൊളി ഒരു ക്രോസ് ലിവ ക്രോസ് ആണ്. KL 13 രജിസ്ട്രേഷൻ കണ്ണൂർ വണ്ടിയാണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ റൂഫ് റെയിൽ, അതേപോലെ ബമ്പർ തന്നെ, പക്ഷെ ചെറിയ മാറ്റങ്ങൾ, ഇങ്ങനത്തെ ബമ്പറിൽ കാര്യങ്ങളൊക്കെ വരുന്ന മാറ്റങ്ങൾ, സ്കേർട്ടിങ് കാര്യങ്ങള് അലോയ്സ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇന്റീരിയറിൽ ചെറുങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇത് 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പില്, കറക്റ്റ് ഷോറൂം സർവീസ്, ആക്സിഡന്റ് ഹിസ്റ്ററി, ഡീസൽ ക്രോസ് ഡീസൽ ആണ്. KL 13 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, മൈലേജ് നല്ലോണം ഉണ്ടാവും. 10-25 കിലോമീറ്റർ പോലെ തന്നെ മൈലേജ് കിട്ടും അല്ലേ? 20 നമുക്ക് പറയാം. അതെ, 20 കൺഫേം പറയാം. നമുക്ക് കൺഫേം പറയാം. റീപ്ലേസ്മെന്റ് ഇല്ല, ക്ലെയിം ഒന്നുമില്ല, ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, ഫ്ലഡ് ഇല്ല. ഓപ്ഷൻ ഏതാ? ഫുൾ ഏറ്റവും ടോപ്പ് എൻഡ്. KL 13 കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വണ്ടിയാണ്. ചെറിയ പൈസ കൊടുക്കാം നമുക്ക്. 17 മോഡൽ വണ്ടി, ഡീസൽ, 5,35,000 രൂപ ഫുൾ ഓൺ, മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി, ഡീസൽ ആണ്. ഡീസൽ 17 മോഡൽ ഡീസൽ 535 ഫുൾ ഓണില് അടിപൊളി ഒരു ഡീസല്, നല്ല മൈലേജ് ഉള്ള ടയർ കാര്യങ്ങളൊക്കെ. ഒരു ക്ലെയിം ഇല്ല, 4 കടും പുത്തൻ ടയർ ഉണ്ട്, എലോയ്സ് ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കുണ്ട്. ഓക്കെ, അടുത്തത് നല്ലൊരു ബ്ലാക്ക് ജിംനിയാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. ഫുൾ ഓപ്ഷൻ അല്ലേ ഇത്? ഇത് ഫുൾ ഓപ്ഷൻ ആണ്. 4x4 ആണ്. 2025 മോഡൽ ഉണ്ട്. ഓടാൻ മറന്നുപോയ വണ്ടി. വെറും 7000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 4x4 ജിമിനി പെട്രോൾ. 25 ആണ്. 4x4 മാനുവൽ അല്ല? 4x4 മാനുവൽ, സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് ഹിസ്റ്ററി, ഫ്ലഡ് ഒന്നുമില്ല. സാധാ 2 വീലർ ഇതിന് എത്ര മൈലേജ് കിട്ടും? 2 വീലർ ഓടിച്ചാൽ 2 വീലർ പോവാണെങ്കിൽ ഒരു 12-13 അല്ലേ പറഞ്ഞേക്കണത്? അതെ, ആ റേഞ്ച് തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ ഫുൾ ഓപ്ഷൻ ആണ്. ആൽഫ ഒന്നും ചെയ്യാൻ ഓടാൻ മറന്നുപോയ വണ്ടി 12,90,000 രൂപ കൊടുക്കാം നമുക്ക്. 12,90,000 രൂപ ഓടാൻ മറന്നുപോയ 2025 മോഡൽ, വെറും 7000 കിലോമീറ്റർ മാത്രം ഓടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. വാറണ്ടി തന്നെ ആയിരിക്കും കമ്പനി വാറണ്ടിയിലായിരിക്കും വാറണ്ടി ഉള്ള വണ്ടി. ഓക്കെ, നിലവിൽ കമ്പനി വാറണ്ടിയിലാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചു. മാക്സിമം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വന്നോളി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, ഫുൾ 4x4 മാനുവൽ ആണ്. ഓക്കെ, അപ്പോൾ പുതിയ വണ്ടി നോക്കുന്നവരുടെ തീർച്ചയായും നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കിയല്ലേ. അടുത്തത് ഒരു കോമ്പാക്ട് SUV ആണ്. ടാറ്റ നെക്സോൺ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി. നെക്സോണിന്റെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? അതെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. XMA എന്ന് പറയുന്ന വേരിയന്റ്. XM സെക്കൻഡ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്. XMA അല്ല, സോറി, XM ആണ്, മാനുവൽ ആണ്. 2020 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഡീസലോ പെട്രോളോ? പെട്രോൾ ആണ്. KL 13 കണ്ണൂർ പെട്രോൾ വണ്ടി. വെറും 4,90,000 രൂപ. 2020 മോഡൽ XM പെട്രോൾ നെക്സോൺ വെറും 4,95,000 രൂപ. 20 മോഡൽ പെട്രോൾ ലോൺ പ്ലസ് ക്യാഷ് ബാക്ക് ആണ്. ഓക്കെ, ഒരു 11-15 റേഞ്ച് ഒക്കെ ഏകദേശം നമുക്ക് മൈലേജ്. നല്ല വണ്ടി, ഒരു ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വണ്ടി. സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്, 5 സ്റ്റാർ. ഓക്കെ, ഈ ഒരു കാറ്റഗറി പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണ് സെക്കൻഡ് ജനറേഷനിൽ വന്നത്. അതെ. ഓക്കെ, അപ്പോൾ വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ? ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ ഓൺ. ഹ്യുണ്ടായ് വെന്യൂ അടുത്ത വാഹനം KL 54 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ SX ഡീസൽ ആണ്. ഓക്കെ, 85,000 കിലോമീറ്റർ ഓടിയേക്കണം. സിംഗിൾ ഓണർഷിപ്പിൽ, റീപ്ലേസ് ഇല്ലാത്ത നല്ലൊരു വണ്ടി. 19 മോഡൽ SX ഡീസൽ, സിംഗിൾ ഓണർഷിപ്പ്, തൊട്ട് താഴെ. ഓക്കെ, ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. നല്ല മൈലേജ് ഉണ്ടാവും. 20-21 ആ റേഞ്ചിൽ 6,40,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 6,45 19 മോഡൽ SX ഡീസൽ, സിംഗിൾ ഓണർ, വെന്യൂ. വേറെ ഒരു ക്ലെയിമില്ല, 6,40,000 രൂപ ഫുൾ ഓൺ. ഇതിൽ തന്നെ സൺറൂഫ് കാര്യം SX അന്ന് ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലോ. സൺറൂഫ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നലെ SX ഓപ്ഷനിലൊക്കെ സംഭവങ്ങളൊക്കെ ഇറങ്ങിയ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. സൺറൂഫ് അടക്കം വരുന്ന ഡീസൽ വെന്യൂ ആണ്. നല്ല മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ണും പൂട്ടി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും വെന്യൂ ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. നേരത്തെ കണ്ടതിന്റെ അടുത്ത ജനറേഷൻ ആണ് അല്ലേ? അതെ, ഇത് 2022 മോഡലാണ്. 50,000 കിലോമീറ്റർ ഓടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസലാണ്. ഡീസൽ വെന്യൂ മാനുവൽ 22 മോഡൽ 50,000 കിലോമീറ്റർ ആണ്. അതെ, നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഓപ്ഷൻ ഏതാ?
ഇതും SX സൺറൂഫ് എല്ലാം പറഞ്ഞ വണ്ടി. അതെ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. വണ്ടി 9,45,000 ഫുൾ ലോൺ. 2022 മോഡല്, വെന്യൂ, ഡീസൽ, മാനുവൽ, 50,000 കിലോമീറ്റർ, കാഞ്ഞങ്ങാട്, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ തന്നെ മൈലേജും കാര്യമൊക്കെ കിട്ടും. പിന്നെ ഗ്രില്ലിന്റെ ഒക്കെ മാറ്റം വരുന്നുണ്ട്, അതിന്റെ ലുക്ക് വ്യത്യാസമുണ്ട് അല്ലേ? അതെ, ഇത് പുതിയ ഷേപ്പിലൊക്കെ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോൺ എത്രയാ പറഞ്ഞ? ഫുൾ ലോൺ. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ മെയിൻ ബാങ്കുകൾ തന്നെയാണോ അല്ലെങ്കിൽ ഫിനാൻസ്? ബാങ്കിങ് കൊണ്ട് നാഷണൽ ലിമിറ്റഡ് ഫിനാൻസും ചെയ്ത് കൊടുക്കാമല്ലോ നമുക്ക്. രണ്ടും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ബാങ്ക് കിട്ടുന്നു, ഫിനാൻസ് കിട്ടും. അതെ അല്ലേ? അടുത്തത് ഒരു കരിമ്പുലി എക്കോസ്പോർട്ടാണ്. ബ്ലാക്ക് എക്കോസ്പോർട്ട് KL 10 മലപ്പുറം രജിസ്ട്രേഷൻ അല്ലേ? അതെ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2019 മോഡൽ, 90,000 കിലോമീറ്റർ ഓടിക്കുന്ന ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക്, ടൈറ്റാനിയം പ്ലസ് ഓട്ടോമാറ്റിക്. 2019 മോഡൽ, 90,000 കിലോമീറ്റർ, ക്വാളിറ്റി വണ്ടി. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരും. 5,45,000 രൂപ ഫുൾ ഓൺ. 19 മോഡൽ ഇക്കോസ്പോർട്ട്, പെട്രോൾ ഓട്ടോമാറ്റിക്, റീപ്ലേസ് ഇല്ലാത്ത നല്ല വണ്ടി. ഓക്കെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഒരു പണിയുമില്ല, മൈലേജ് കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് മൈലേജ് 14 വരെയൊക്കെ മാക്സിമം പ്രതീക്ഷിക്കാം. ഹൈവേലൊക്കെ നോക്കി കണ്ടു പോയാൽ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് അതേപോലെ ഡ്രൈവിന്റെ സുഖം എല്ലാം അടിപൊളിയായിരിക്കും. അതും ഒന്നും പറയാനില്ല. അതെ, അങ്ങനത്തെ ഒരു വണ്ടി. അപ്പോൾ 90 പെട്രോൾ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡീസലിൻ്റെതായ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും വരില്ല അല്ലേ? അങ്ങനത്തെ കാര്യമായിട്ടുള്ള പണികളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വന്നോളൂ. ഫുൾ ഓണും തന്നെ അല്ലേ? ഫുൾ ഓൺ. ഓക്കെ, വേറെ ഇപ്പോൾ വർക്കൊന്നും ഇല്ലല്ലോ? നിലവിലൊന്നുമില്ല. അടുത്തത് കോമ്പാക്ട് SUV തന്നെ, ടാറ്റ നെക്സോൺ ആണ്. ഫസ്റ്റ് ഷേപ്പ് നെക്സോൺ, KL 59, കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ, വൈറ്റ് വണ്ടി അല്ലേ? ഇത് 2018 മോഡലാണ്, ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ. ഫുൾ ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ. അതെ, ഡീസൽ ആണ്. പക്ഷേ അലോയ്സ് ചെയ്തിട്ടുണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല, നല്ല വണ്ടി. ഓക്കെ, വെറും 4,95,000 രൂപ ഫുൾ ഓൺ. 2018 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ. ഓട്ടോ എത്ര പോയി? 1.31 അല്ലേ? 1.31 ഡീസൽ ഓട്ടോമാറ്റിക്. 2000 കറക്റ്റ് കമ്പനി സർവീസ് ആണ്, സിംഗിൾ ഓണർ, ഡോക്ടർ യൂസ് വണ്ടിയാണ്. കറക്റ്റ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള എടുക്കാറില്ല. പക്ഷേ ആ ഡോക്ടർ ഹിസ്റ്ററി ഉള്ളതാണ്. ആ 1.31 ഹിസ്റ്ററി ഉള്ളതാണ്. അതാണ് നമ്മളെ ഡോക്ടർ. ഹിസ്റ്ററി, ഇൻഷുറൻസ് ക്ലെയിം ഇങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടർ വക്കീലൊന്നും പറയണ്ട. 4,95,000 രൂപ ഫുൾ ഓൺ. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ. ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോണും ഉണ്ടാവും. 1.35 കൂടിയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. മൈലേജ് എങ്ങനെ പോയാലും ഒരു 17-18 റേഞ്ച് ഒക്കെ കിട്ടും. അത്രയും കിട്ടും. ഓക്കെ, ഫുൾ ഓണിൽ കൊണ്ടുപോകാൻ പറ്റിയ അടുത്തൊരു കോമ്പാക്ട് SUV. അടുത്ത വണ്ടിയിലേക്ക് നിങ്ങൾക്ക് ഏതാ വണ്ടി ഇത് മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല. കാരണം ഈ വണ്ടി ഫ്രെയിമിലുണ്ടാവും, ആ വണ്ടി ഫ്രെയിമിലുണ്ടാവും. പക്ഷേ ആ മറ്റുള്ള ഡീറ്റെയിൽസ് നീ പറഞ്ഞു കൊടുത്തു. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫോട്ടോ, 4 സൈഡുള്ള 6 സൈഡുള്ള 10 സൈസ് ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കാം. ഒരു പ്രശ്നമില്ല. ഹ്യുണ്ടായ് ക്രെറ്റ ആണ് ഇത്. KL 59, കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ. 2016 മോഡൽ SX പെട്രോൾ ക്രെട്ട ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെട്ട പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, സിംഗിൾ ഓണർ, റീപ്ലേസ് ഇല്ല, ക്വാളിറ്റി വണ്ടി. 6,45,000 രൂപ ഫുൾ ഓൺ. 2016 മോഡൽ മൈലേജ് ഒരു 10, 14, 13 വരെയൊക്കെ കണ്ടാൽ മതി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 80 ഗിയർ ബോക്സ് ആണ് വരിക. ക്ലെയിമും ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടി. എത്ര പ്രൈസ്? 6,45,000 രൂപ ഫുൾ ഓൺ. 6,45 ഫുൾ ലോണിൽ ഈ ഒരു ബ്ലാക്ക് ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യം വിളിച്ചോ. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016 മോഡൽ. ഇനി ഒരു സെൽട്ടോസ് ഉണ്ട്, അതിലേക്ക് പോകാം. അടുത്തത് സെൽട്ടോസ് ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. ബ്ലാക്ക് സെൽട്ടോസ്, ക്രെറ്റ ഉണ്ട്, സെൽട്ടോസ് ഉണ്ട്. 2021 മോഡലാണ്. വെറും 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, ഓടാൻ മറന്നുപോയ വണ്ടി. 45,000 TX ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴത്ത് സൺറൂഫ്, എന്നാൽ എല്ലാ ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പുഷ് ബട്ടൺ, സൺറൂഫ് ഒക്കെ എല്ലാം വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല, ബാക്കി എല്ലാ സാധനം ഉണ്ട്. വാഹനമാണ്. 2021 മോഡലാണ്, ഓടാൻ മറന്നുപോയ വണ്ടി. വിൻഷീൽഡ് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്. വിൻഷീൽഡ് ഗ്ലാസ് മാത്രം കമ്പനി തന്നെ ഹിസ്റ്ററിയിലുണ്ട്, റീപ്ലേസ്മെന്റ് ആണ്. വെറും 9,75,000 രൂപ കൊടുക്കാം ഫുൾ ഓൺ. ഫുൾ ഓൺ പ്ലസ് ക്യാഷ് ബാക്കും കൂടി കൊടുക്കാം. 2021 പെട്രോൾ വണ്ടി. പെട്രോൾ മാനുവൽ. ഓക്കെ, പെട്രോൾ മാനുവൽ ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഈ ഒരു സെൽട്ടോസ്. ഓക്കെ, വളരെ ചെറിയ പൈസ, 9,75,000 രൂപയ്ക്ക് ക്യാഷ് ബാക്ക്. അതെ,
ഫുൾ ഓണിൽ ഒന്നും പറയാനില്ല. ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, അത് കമ്പനിയിൽ ലഭ്യമാണ്. അടുത്തത് കോമ്പാക്ട് SUV ആണ്, സോണറ്റ്, കിയയുടെ സോണറ്റ് ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, 85,000 കിലോമീറ്റർ ഓടിപ്പോയ കുറ്റം. 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, 81,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന പെട്രോൾ സോണറ്റ്. ഓടി നിർത്താൻ മറന്നുപോയ വണ്ടി. ഓടാൻ നിർത്താൻ മറന്നുപോയ വണ്ടി. 6 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, സോണറ്റ് വെറും 6 ലക്ഷം രൂപ ഫുൾ ഓൺ. 6 ലക്ഷത്തിന് ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, ഫോളോവർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾ മൊഡ്യൂൾ, എയർ ബാഗ്, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. അലോയ്സ് മാത്രമില്ല, HTK ആയിരിക്കും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ, 20 മോഡൽ, 21 രജിസ്ട്രേഷൻ, 6 ലക്ഷം രൂപ ഫുൾ ഓൺ. ഫുൾ ഓണില് ഒരു സോണറ്റ് കൊണ്ടുപോകാം. മാനുവൽ ആണ്. മൈലേജ് ഒരു 12, 15, 16 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ. അടുത്ത വാഹനം KL 59 രജിസ്ട്രേഷനുള്ള ടാറ്റ പഞ്ചാണ്. പഞ്ച് എങ്ങനെ? 2022 മോഡലാണ്. വെറും 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പഞ്ച്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. 2022 മോഡൽ, സെക്കൻഡ് ഓപ്ഷൻ, 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. വളരെ ചെറിയ പൈസ, 4,80,000 രൂപയ്ക്ക് ഫുൾ ഓൺ പ്ലസ് ക്യാഷ് ബാക്ക്. 4,80,000 2022 മോഡൽ പഞ്ച് നിങ്ങൾക്ക് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല വണ്ടി. ഓക്കെ, നല്ലൊരു വണ്ടി. സ്പെഷ്യൽ ഓഫർ ആണ്, ഓഫർ പ്രൈസ് ആണ്. മാർച്ച് മാസത്തിൽ. അതെ, മാനുവൽ ആണ്. സോണറ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 12, 15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. അതെ, ഓക്കെ. പിന്നെ ടാറ്റ അല്ലേ, ബോഡി ഗേറ്റോട് സേഫ്റ്റി നോക്കാം. അതെ, അടിപൊളി. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു അടിപൊളി എറ്റിയോസ് ലിവയാണ്. ഡ്യുവൽ ടോൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, KL 13 സെക്കൻഡ് ഓണർ, 50,000 കിലോമീറ്റർ, 2018 മോഡൽ, ഏറ്റവും ടോപ്പ് എൻഡ്. 2018 മോഡൽ പെട്രോൾ ആണ്. VX ടോപ്പ് എൻഡ് വാഹനമാണ്. ഓക്കെ. ഡീസൽ വണ്ടി വേറെ കാണിക്കാൻ നമുക്ക്. പെട്രോൾ ആണ്. ഇത് 4,70,500 രൂപ ഫൈനൽ കൊടുക്കാം നമുക്ക്. 2018 മോഡൽ എത്തിയോസ് ലീവ പെട്രോൾ, സിംഗിൾ ഓണർഷിപ്പ് അല്ല, സെക്കൻഡ് ഓണർഷിപ്പ്. അതെ, അടിപൊളി വണ്ടി. 4,70,75,000 രൂപയ്ക്ക് മാക്സിമം ലോഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, നല്ല ടയർ ഭാഗം ഉണ്ട് കേട്ടോ. എല്ലാ ടയറിന്റെ കാണാൻ പറ്റുന്നുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോ മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. 18 മോഡൽ ഉണ്ടല്ലോ, മാക്സിമം ലോണിൽ കിട്ടും. പെട്രോൾ ലിവയാണ്. 11, 15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് ഉണ്ടാവും. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇത് മാത്രമല്ല സ്റ്റോക്ക്. ഇപ്പം നമ്മൾ 15 വണ്ടിയെ കാണിച്ചുള്ളൂ. ഇവിടെ ഏകദേശം ഒരു 10-100 വണ്ടീൻ്റെ മേലെ സ്റ്റോക്ക് ഉണ്ട്. 100 147 വണ്ടി സ്റ്റോക്ക്. അത്രയുണ്ട് അല്ലേ? ഓക്കെ, ഉറക്കണ്ട, ഉറക്കില്ല. അത് അത്രയും വണ്ടി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40,000 രൂപ മുതലുള്ള വാഹനങ്ങളുണ്ട്. അങ്ങനത്തെ ഇവിടെ ഇപ്പം എൻ്റെ മുന്നേ തന്നെ ഒരു 7 KUV മഹീന്ദ്ര KUV നിരന്ന് കിടപ്പുണ്ട് അല്ലേ? അതെ, 2 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം വരെ. അതുപോലെ ഇന്നോവകളതാ എൻ്റെ മുന്നേ തന്നെ ഒരു 4-5 ഇന്നോവകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോട്ടോ. എല്ലാ വണ്ടികളും അവൈലബിൾ ആണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒരു വണ്ടി നോക്കിയിട്ടില്ലെങ്കിൽ വേറൊരു വണ്ടിയിൽ ഇഷ്ടപ്പെടും അല്ലേ? അങ്ങനത്തെ അത്രയും വണ്ടികൾ സ്റ്റോക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഓട്ടോ ബോർഡിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ. നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും. വണ്ടി എടുക്കാൻ വരുന്നത് പരിപൂർണമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം കസ്റ്റമറാണ്. വീഡിയോ ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്തം, കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം. അല്ല, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും കസ്റ്റമർ പരിപൂർണമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഇവിടുന്ന് സ്ഥാപനത്തിൽ അയച്ചു കൊടുക്കുന്നതാണ്. വേണമെങ്കിൽ സെക്കൻഡ് ഓപ്പിന് ഒരു വർക്ക്ഷോപ്പാരെ കൊണ്ട് കാണിച്ചിട്ട് പരിപൂർണ്ണ തൃപ്തിയോട് കൊടുത്തിട്ട് വണ്ടി എടുക്കുക. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ അടുത്ത് ഇവിടുന്ന് എടുത്തിരുന്നു. അതെ, വിളിച്ചു ചോദിച്ച് ഞാൻ അവസാനം ലാസ്റ്റ് വിലയൊക്കെ ചോദിച്ചു. ലാസ്റ്റ് വില വീഡിയോ പറഞ്ഞ വില തന്നെ, കുറച്ച് അവസാനത്തെ വീഡിയോയിൽ അവസാനത്തെ പൈസ മാക്സിമം ഡിസ്കൗണ്ട് പൈസ വിലക്ക് ഞാൻ പുള്ളിക്കും കൊടുത്തത്. അപ്പോൾ പുള്ളി വന്നെടുത്ത് ഞാൻ ചെക്ക് ചെയ്യണോ ചോദിച്ചാൽ അന്ന് വേണ്ടെന്ന് പറഞ്ഞില്ല. കുഴപ്പമില്ല, ചെക്ക് ചെയ്തോട്ടെ. അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഓക്കെ. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.